ഹായ് 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 ചെയ്യാൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നത് തന്നെ 10:30 വേറെ ഒന്നല്ലെന്ന് വേറെ പരിപാടിയുണ്ട് അല്ലേ? നിക്കാറുണ്ട് 10:20. നമ്മളെ ആര്യക്കുട്ടി കിടക്ക് തന്നെയാണ്. എന്താ പറയുക, ഛർദിയും വയറിളക്കം എല്ലാത്തിനും ഒരു ആശ്വാസമുണ്ട്. പക്ഷേങ്കിൽ ഈ സാധനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നല്ല ക്ഷീണമായിരിക്കുമല്ലോ. അപ്പോൾ അവിടെ ആ ഒരു ക്ഷീണത്തിൽ അങ്ങനെ കിടക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആയി വരുന്നുണ്ട്. റെസ്റ്റ് വേണം, അതിനൊക്കെ നല്ല റെസ്റ്റ് വേണം. അപ്പോൾ ഇന്ന് അവള് ഓരോ വീട്ടിലേക്ക് പോകണം കരുതിയതാണ്. പക്ഷേങ്കിൽ അതൊക്കെ സ്വീപ്പാക്കി അതൊന്ന് പോകണ്ട എന്നുള്ള തീരുമാനത്തേക്ക് എത്തി. പിന്നെ ഒരു ദിവസം പോകാമല്ലോ. അവളിങ്ങനെ ഉഷാറുള്ളാതെ പോയിട്ട് എന്തായാലും അല്ലേ, അവളോളെ ഒരു പഴയ ദിക്കനോട് വരട്ടെ. അപ്പോൾ അങ്ങനെ. അപ്പോൾ എൻ്റെ പരിപാടി എന്താ വെച്ചാൽ, നമ്മുടെ ഫ്രണ്ട് ഉണ്ട് മിൻഹാജിൻ്റെ നിക്കാഹാണെന്ന്. അപ്പോൾ നിക്കാഹിന് ചെല്ലാൻ വേണ്ടി പറഞ്ഞായിരുന്നു. നിക്കാഹ് ഓഡിറ്റോറിയത്തിലാണ്. അപ്പോൾ നിക്കാഹിന് പോവുകയാണ്. ചെക്കന്മാർക്ക് എല്ലാവർക്കും ഉണ്ട്, പക്ഷെ എല്ലാവരും ഇല്ല കൊണ്ടുവന്ന്. ഇന്നലെ ചോദിച്ചപ്പോൾ കുറച്ച് ആൾക്കാരൊന്നും ഇല്ല. കാരണം ഈ കൂലിപ്പണിക്കാരായിട്ടുള്ള ചെക്കന്മാരാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ പണി കുറവായിരുന്നു ഇതിനിടയിൽ. അപ്പോൾ ഇന്ന് പണിയിൽ കൂടുതൽ ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ പണിക്ക് പോകുമെന്ന് പറഞ്ഞായിരുന്നു. എന്താ അറിയില്ല, എന്തായാലും ഞാൻ പോകുന്നുണ്ട് നിൽക്കാന്. പോക്ക് നിർബന്ധമാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ട് ഇറങ്ങിയിട്ട് പാലത്തിന് പോയോട്ടെ, അവിടെ ആരൊക്കെ ഉള്ള നോക്കട്ടെ. എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് ഓടുന്നുള്ളൂ എന്ന് പറയാം. പറഞ്ഞ പോലെ 10:25 ഒരു 11 മണി വരെ ആരെങ്കിലും ഉണ്ടോയെന്ന് വെയിറ്റ് ചെയ്യും. ആരുമില്ല എന്നാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകും. പാലത്തിങ്ങയാണ്. ഏറെക്കുറെ കുഞ്ഞാവുണ്ട്. കുഞ്ഞാവ് വിജേഷ്, അപ്പു, കണ്ണൻ, അതിൻ്റെ ഉള്ളിൽ പ്രശാന്ത്, സുബി അല്ലേ? ഇതെന്താ വീഡിയോ ആണിത്? യൂട്യൂബിൽ വരും കേട്ടോ ജി. അത് കല്യാണം വീഡിയോ. അപ്പോൾ ഞങ്ങൾ പോവാണ്, കല്യാണത്തിന് പോകണം. ഇപ്പോൾ സമയം എത്ര അറിയാം? വീട്ടിൽ നിന്ന് ഇറങ്ങിയ പോലെ ഒന്നല്ല. ഇപ്പോൾ സമയം 11:50 ഇതാണ് ഞങ്ങളുടെ ഓഡിറ്റോറിയം, CN ഓഡിറ്റോറിയം. പെണ്ണിനും ചെക്കനെ കാണാൻ പറ്റുമോ ഞാൻ കാണിക്കാം. നമ്മുടെ അച്ഛന്മാർ ഞാൻ പറഞ്ഞില്ല, ചിലപ്പോൾ കാണിക്കാനേ പറ്റുള്ളൂ. തിരക്കാണ്. ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാനാണ്. എന്താ പിന്നെ ഞങ്ങൾ വന്ന് ടൈമിംഗ് ഒക്കെ പറയില്ലേ? ഞങ്ങൾ പാലത്തിൽ കണ്ടേ എവിടെ കുട്ടിയുടെ കാണിച്ചെന്നില്ല. ഭക്ഷണം കഴിക്കാനാണ്, തിരക്കാണ്. ഞാനേ നാട്ടിലാണ്, പാരിസും ഉണ്ട് പ്രശാന്തും ഉണ്ട്. അപ്പം അതുപോലെ തന്നെ നല്ല മഴയാണ്. വണ്ടിൻ്റെ ഫുള്ളായിട്ട് 2 സൈഡ് കർട്ടനെ കെട്ടി ഇരിക്കുകയാണ് ഞങ്ങൾ. വേറൊരു വൈബ്. വീട്ടിൽ പോകണമെങ്കിൽ പോകാം, പക്ഷേ എങ്കിൽ പാഴ്സലത്തെ ബൈക്കാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ഏതായാലും ഇവിടെ സെറ്റ് ആക്കാൻ കരുതി. നമ്മുടെ പാലത്തിങ്ങല്ലേ, നല്ല മഴ എന്ന് പറഞ്ഞാൽ ഒരുപാട് ദിവസം ഇതുപോലത്തെ ഒരു മഴ പെയ്തിട്ട് ആ ഒരു മഴ ആസ്വദിച്ച് ഇങ്ങനെ 2 സൈഡും കർട്ടനെ കെട്ടി ഇരിക്കുകയാണ് ഞങ്ങൾ. പിന്നെ കല്യാണം ഈ ഒരു നേരമായപ്പോഴേക്ക് നമ്മളുടെ ആ ഒരു മഴയത്ത് ഞാനിപ്പോൾ ഇറങ്ങണ വണ്ടിയിൽ നിന്ന് പാരിസ് പോവാണ് പറഞ്ഞു. അപ്പോൾ വെള്ളം നന്നായിട്ട് കലങ്ങിയിട്ടുണ്ട്. പ്രശാന്ത് ഒലിച്ചു വരുന്ന ഒരു നാളികേരം പിടിക്കാൻ വേണ്ടിയിട്ട് പ്രശാന്ത് വെള്ളത്തേക്ക് ഇറങ്ങിയതാണ്. ഇനി വരുന്നുണ്ടോ വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് നല്ല മീൻ കിട്ടും. കടുങ്ങാലി എന്ന് പറഞ്ഞ മീൻ. ഇവിടെ ഒരു വായ ഒടുങ്ങിക്കണല്ലേ. അത് നാളികേരാണോ നോക്ക്. എന്നാ അറിയിക്കോ, അറിയൂലേ? കാലോണ്ട് എടുക്കണ്ടല്ലേ? പോയില്ലേ? പോയി കറക്റ്റിന്. അത് പോയിക്കണമെങ്കിൽ ഇപ്പുറത്ത് പാലത്തിങ്ങിൽ ഇപ്പുറത്ത് കാണാം. ഇത് തേങ്ങ തന്നെയാണോ? അത് ചെറുതല്ലേ? ഓ അങ്ങനെ അതവനുണ്ടായാലും വലുണ്ടോ? തേങ്ങ ഉണ്ടോ നോക്കാം ഞാൻ. നല്ല കലക്കം കരങ്ങിയിട്ടുണ്ട് വെള്ളം. അതുപോലെ തന്നെ ഇവിടെ ഒരു വാഴ ഉണ്ടെങ്കിൽ ഈ ഒരു വാഴ കുടുങ്ങിയതൊക്കെ സീനാണ്. ഇതൊക്കെ നമ്മൾ മാറ്റണം. ഈ നമ്മുടെ വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ്, അതുപോലെ തന്നെ പിന്നെ മറ്റുള്ള ചപ്പ് ചവറ് കാര്യങ്ങൾ, കഴിഞ്ഞിൻ്റെ വേസ്റ്റ് എല്ലാം ഉണ്ട് ഇതിൽ. ഒന്നുമില്ല, ഒഴുക്കി വിടുക. ഒഴുക്കി വിടുക. എന്നെക്കൊണ്ട് ആ ഒറ്റയടിക്ക് പൊന്തൂല. മെയിനായിട്ട് അതുകൊണ്ടാണ് ഒഴുക്കി വിട്ടത്. പിന്നെ വാഴയല്ലേ, വാഴയൊന്നും അത്ര ഒരു വിഷയമില്ല. പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ കാര്യങ്ങൾ, അത് ഞാനൊരാൾ വിചാരിച്ചുകൊണ്ടൊന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല. മനസ്സിലായില്ലേ? അവിടെ കെട്ടി കിടക്കണ്ടെന്ന് എഴുതിയിട്ട് അതുകൊണ്ട് ഒഴുക്കി വിട്ടതാണ്. അവരങ്ങനെ ടീമായിട്ട് പോയിക്കോളൂ. എൻ്റെ മഞ്ഞപ്പം നിങ്ങൾ നെഗറ്റീവ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറയ്. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോകാന്നുള്ളൂ. പക്ഷേങ്കിൽ ഇതങ്ങനെ ഒരുപാട് ദൂരം പോയി പുഴയിലേക്ക് ഇതെത്തുമെന്ന് ഞാൻ കരുതണില്ല. ഇതവിടെ എവിടെയിലൊക്കെ പോയിട്ട് തങ്ങും, അത് ഉറപ്പാണ്.
ഓർക്കുണ്ടോ? അവിടെയായിരുന്നു നമ്മുടെ വണ്ടി കാര്യങ്ങളൊക്കെ കിടക്കണത്. അവിടെ നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടെ ഇങ്ങനെ നോക്കുമ്പോഴേക്ക് നല്ല വ്യൂ ആണ് റോഡിലേക്കും കാര്യങ്ങൾക്കും. അതുപോലെ തന്നെ ഈ ചുവന്ന് കിടക്കുന്ന തോടും, 2 തോടാണ് ടോട്ടല്. ഒന്ന് അതിൽ വരുന്നൊരു തോട്, ഒന്ന് ഈ ഒരു തോട്. ഇത് ടൗണിൽ നിന്ന് വരുന്ന വെള്ളങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു തോട് എന്ന് പറയുന്നത്. ആ തോട് വില്ലേജ് ഏരിയയിൽ കൂടെ വരുന്ന തോടാണ് ഈ ഒരു തോട് എന്ന് പറയുന്നത്. അതിനേക്കാൾ കൂടുതൽ മീൻ ഈ തോട്ടിലാണ് ഉണ്ടാവാറ്. ചെങ്ങേമാരെ ഞാൻ തോട്ടിൽ നിന്നൊക്കെ കയറിയിട്ട് ഞാൻ നൈസായിട്ട് അങ്ങാടിയിലേക്ക് ഓടാൻ വേണ്ടിയിട്ട് പോവാണ്. സമയം 4:10. അത് നോക്കണ്ട, സമയം ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ നൈസായിട്ട് ഒന്ന് പോയി നോക്കാം, കിട്ടും. ചെങ്ങന്മാരെ ഒരു ഹമ്പ് ചാടി കൊണ്ടിരിക്കുകയാണ്. ഈ ഹമ്പ് ചാടുന്നത് നമ്മളൊരു 90 രൂപ പോയിന്റിലാണ്. 90 രൂപയുടെ ഒരു ട്രിപ്പ്, 2ാമത്തെ ട്രിപ്പ്. ഈ ചെറിയ ഗ്യാപ്പ് മതി ഓട്ടോറിക്ഷ പോകാന്. അതാണ് ഓട്ടോറിക്ഷ എന്ന് പറയുന്ന ഈ സാധനം ഉണ്ടല്ലോ, നമ്മൾക്ക് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാല് ഒരു ബൈക്ക് കൊണ്ടടക്കണ മാതിരി കൊണ്ടടക്കാം. ഞാന് വീട്ടിക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ എൻ്റെ അമ്മ കെയറാണ്. റോഡൊക്കെ കുണ്ടും കുഴിയും പരമാനന്ദല്ലേ. ഈ കാണുന്നതാണ് നമ്മളുടെ വീട്, എന്റെ കൊട്ടാരം. ചിന്നടെ അല്ല നിങ്ങള് വന്നേരം മതിതാ. അപ്പൊ ഇതാണ് 2 മീനാണുള്ളത്, 2 കടുങ്ങാതി. കണ്ണ ഓളവിടെ ഇരിക്കല്ലേ. ഞാൻ തീരെ ഇറങ്ങിയിട്ടില്ല ഓടാൻ, അതുകൊണ്ടാണ്. ഓക്കെ ആര് നീച്ചാണ്. അപ്പൊ നീക്കെന്ന് പറയല് ഓള് റെസ്റ്റിലായിരുന്നു. അപ്പൊ ഒന്ന് ഉഷാറായിക്കണെന്ന് പറഞ്ഞു. അപ്പൊ അതാണ് ഇറങ്ങി പോയിക്കോളി എന്ന് പറയുന്നത്. പക്ഷെങ്കില് നമ്മളിറങ്ങിയാലേ ഇവരെ നോക്കണം. ഈ അച്ഛന്മാരെന്ന് പറയുമ്പോഴേക്ക് നമുക്ക് മനസ്സിൽ സ്നേഹമില്ലാത്ത ആൾക്കാരല്ല. ഞങ്ങളിങ്ങനെ ഇറങ്ങുമ്പോഴേക്ക് അതുകൊണ്ടല്ല ഞങ്ങൾ ഇറങ്ങണേ. ഞങ്ങളിങ്ങനെ ഇറങ്ങിയാലേ കാര്യങ്ങൾ നടക്കുള്ളൂ, അതുകൊണ്ടാണ്. ഉപ്പിലല്ലേ എന്തായാലും സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഞാൻ തന്നെ ആരിലെ കിട്ടുമെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ഏത് നിമിഷവും കിട്ടും. ഇന്ന് കാക്കിയില്ലാത്ത ദിവസമാണ്. കാക്കില്ലാത്ത ദിവസം ഓടട്ടെ. ഇത് ഓട്ടോറിക്ഷക്കാർക്ക് മാത്രമല്ല ഈ കാക്കി എന്ന് പറയുന്ന സാധനം. ഇത് ടാക്സി ഓടിക്കുന്നവർക്കൊക്കെ യൂണിഫോം ഉണ്ട്. ആരേ ട്രിപ്പ് ചെറിയമ്മേന്റെ കുട്ടിയാ? ട്രിപ്പ് ഒന്നുമില്ല. ധനേശ്വരന് പപ്പട ബിസിനസ് ആണ്. ഇവിടെ ഒക്കെ കണ്ട ധനേശ്വരന് എന്ത് കാട്ടി ഇവിടെ കണ്ടറ്റാ കുഞ്ഞോ. അല്ല ഞാൻ ട്രിപ്പ് പക്ഷെ നിങ്ങൾ ഒരട്ടെ എനിക്ക് കാണിച്ചു തന്നുണ്ട്. ചങ്ങയമാരെ ഒരു 50 ഉറുപ്പിന്റെ ലോക്കൽ പോകണം. 50 ഉറുപ്പിന്റെ ലോക്കലും കഴിഞ്ഞ് തിരിച്ച് വണ്ടൂരിലേക്ക് പോവാണ്. അങ്ങാടിയിൽ ഓട്ടൊന്നുമില്ല ചങ്ങയമാരെ. പിന്നെ പാലത്തിങ് വന്ന് ഉത്തർക്കാണ്. കുറെ നേരമായി അങ്ങാടിയിൽ ഇരിക്കണം. എന്നിട്ട് ലോക്കൽ കിട്ടി. ഇപ്പൊ സമയം 1:15. ഇതൊരു ചെറിയ വീഡിയോ ആണ്, എനിക്കും അറിയാം. ബാക്കി നാളെ നോക്കാം. എന്റെ വീഡിയോ ഇല്ല എന്ന് പറയാൻ വേണ്ടി നല്ലതല്ലേ. ആരത്? സുഖായോ? കാർട്ടൂണോ? സാറായിട്ടോ? സാറായില്ലേ? മാറിയോ? കുറവുണ്ട്. അപ്പം അങ്ങനെ ഈ പറഞ്ഞ മാതിരി ഇന്നത്തെ ദിവസം വല്ലാതെ ഓടാൻ വേണ്ടി പറ്റിയില്ല. ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഓടിയത് 190 250 റുപ്യ 250 റുപ്യക്ക് ഓടിയത്. ഇനി വേറെ പരിപാടിയൊന്നുമില്ല. നേരെ കടന്നുറങ്ങി. ചോറിന്നിട്ട് ഒരു 10 മണിയാകുമ്പോഴേക്ക് കടന്നുറങ്ങും. കുളിക്കണ്ടേ? 9 മണി 9:05 കുട്ടിക്കോളി. ഒരു 10 മിനിറ്റ് കുളി കാര്യം ഇവരോട് വർത്താനം പറയൽ അങ്ങനെ ഇങ്ങനെ കേട്ട് ഇങ്ങനെ 10 മണിക്ക് കടന്നാൽ 10:30 ഉറങ്ങാം. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്.